പ്രിയമുള്ളവരെ നമസ്കാരം. ഞാനിപ്പോഴുള്ളത് ശാസ്ത്രം കുട്ടനോടൊപ്പമാണ്. ശാസ്ത്രം കുട്ടനെ കുറിച്ച് നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ശാസ്ത്രം കുട്ടന്റെ കൈവിരുതൽ അത് അത്ഭുതമാണ്. അദ്ദേഹം ഒരുപാട് രൂപങ്ങളും കൈവിരുതൽ കൊണ്ട് ചെയ്ത് നമ്മളെ വിസ്മയം അണിയിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ചില കൈവിരുതൽ കൊണ്ടുള്ള കലാപ്രകടനങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ശാസ്ത്രം കുട്ടന് ഇപ്പം നിലവിൽ ഏതെല്ലാം രീതിയിലുള്ള കലാരൂപങ്ങളാണ് ഉണ്ടാക്കുന്നത്? ഒരുപാട് മയില്, പിന്നെ ഗണപതി, ശിവലിംഗം, അതുപോലുള്ള ഒരുപാട് ഐറ്റങ്ങൾ എല്ലാം ഉണ്ടാക്കി അമ്പലങ്ങളിലും അതുപോലെ ക്ലബിന്റെ പരിപാടിക്കും സ്കൂളിലും പോയി ചെയ്യുന്നുണ്ട്. സ്കൂളിൽ ഇവരൊക്കെ വിളിക്കുമോ? അതോ വിളിക്കും. ഈ ഇത്രയും നല്ല ബിരുദ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇതിന് അർഹമായ പരിഗണന വല്ല അവാർഡോ? ഒരു 65ഓളം പൊന്നാട കിട്ടിയിട്ടുണ്ട്. 65ഓളം പൊന്നാട ഇന്നുകൊണ്ട്. അംഗീകാരം പിന്നെ കേരള സർക്കാരിന്റെ 12 അവാർഡ്. കേരള സർക്കാരിന്റെ 12. കേന്ദ്ര ഗവൺമെന്റിന്റെ എന്തെങ്കിലും? കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു അവാർഡ്. അതേതായിരുന്നു? അത് കൃഷ്ണപുരത്തിൽ എന്നെ വിളിച്ച് ഈ വെള്ളീച്ച ഓടിക്കാൻ. നാളികേര വികസന ബോർഡിന്റെ വെള്ളീച്ച ഓടിക്കണം. അത് പിന്നെ കുട്ടനാണ് കണ്ടുപിടിച്ചത്. കണ്ടുപിടിച്ചതാണ്. അതിന്റെ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ വെള്ളം കൊണ്ടെടുത്തിട്ട് നമ്മൾ തലപ്പത്ത് മണ്ണെണ്ണ മുക്കിയിട്ട് ഓലത്തലപ്പത്ത് കെട്ടിയിടണം. തെങ്ങേല. അന്നേരം ഇത് പറക്കുമ്പോ ഈ മണ്ണെണ്ണയുടെ ഗ്യാസ് അടിക്കുമ്പോൾ ഈ ഈച്ചയെല്ലാം പോകും. ഈച്ച പോകും. പണ്ട് നമ്മുടെ വീട്ടുകളിൽ ചേര വരുമ്പോൾ മണ്ണെണ്ണ ഒഴിക്കുമ്പോൾ ചേര പമ്പ് കിടക്കും. അങ്ങനെ വെച്ചാൽ ഞാനിത് ചെയ്തു കഴിഞ്ഞപ്പോൾ അത് വിജയമായി. ഒരു 100-200 പേര് ഈ മുണ്ട് എന്നെ കൊണ്ട് കെട്ടിച്ച്. ഞങ്ങളുടെ നാട്ടിലൊക്കെ കുട്ടനെന്ന് അറിയപ്പെട്ട ഒരാള് ശാസ്ത്രം കുട്ടൻ എന്നൊക്കെ പെട്ടെന്ന് അറിയപ്പെടുമ്പോൾ താങ്കളുടെ ആ കഴിവിനെ അംഗീകരിച്ചു പലരും. ഒരുപാട് പേര്. ഇത് കൂടാതെ വേറെ എന്താണ് കണ്ടുപിടിച്ചത്? വേറെ നമ്മുടെ ചുണ്ടലി ഇല്ലേ വീട്ടുകളിൽ വരുന്നത്, ചുണ്ടലി അടിവിലിനകത്ത് വീഴത്തില്ല. അങ്ങനെ ഒരു ഓഫീസ് ചൂരനാട് ഒരു ഓഫീസിൽ നിന്ന് തന്നെ വന്ന് വിളിച്ചു, ഇത് എങ്ങനെ കൊല്ലാൻ ഒക്കുമെന്ന്. പഴയ കാലത്തെ ട്യൂബുണ്ട് നമ്മുടെ വീട്ടുകളിൽ കത്തിക്കുന്ന, അതിന്റെ ഒരു തലപ്പ് ഉടയ്ക്കണം. ഒരു തലപ്പ് ഉടയ്ക്കരുത്. ഉടക്കിയിട്ട് ഇത് കഴുകണം നല്ല വൃത്തിയായിട്ട്. മണ്ണ് വാരിയിട്ട് കഴുകുമ്പോൾ നല്ല ക്ലാസിങ് ആയിരിക്കും. അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നൊന്ത പഴം എടുത്ത് വെച്ചു കൊടുത്താൽ ഇത് തിന്നാൻ കയറും ഈ ചുണ്ടലി. തെറ്റി ഈ എൻഡിന് വന്ന് വയറ് എറിഞ്ഞിട്ട് പുറത്തോട്ട് വനക്കത്തില്ല. പണ്ട് വെളുപ്പിനെ നമ്മൾ കുടഞ്ഞിട്ട് തല്ലിക്കൊല്ലാം. അപ്പൊ ട്യൂബിനകത്ത് കുരുങ്ങി പോകും. ഇയാൾക്ക് പുറത്തോട്ട് വരത്തില്ല. വെളിച്ചെണ്ണ ആയതുകൊണ്ട് തെറ്റി അവിടെ ഇരുന്നോളും. കേരള സർക്കാരിന്റെ ഏതൊക്കെ അവാർഡ് കിട്ടി? കേരള സർക്കാരിന്റെ ഇതുപോലെ പാർട്ടിയുടെ പരിപാടിക്ക് പോയി തെയ്യം ഉണ്ടാക്കി. അത് ഉണ്ടായിരുന്നല്ലോ കാവില. തെയ്യം കാണിച്ചല്ലോ. ആ തെയ്യം, പിന്നെ കുരുത്തോല കൊണ്ടുള്ള മാല, ഈ കൊടികള് പാർട്ടിയുടെ ഒരേ കളറിലെ കൊടികളും കുരുത്തോല കൊണ്ട് ചെയ്തു കൊടുക്കും. കൈവരുന്നില്ല. ആരെന്തോ പറയുന്ന അന്നേരം നമ്മളിത് ചെയ്തു കൊടുക്കും. മനസ്സിൽ അന്നേരം അത് കാണും. പെട്ടെന്ന് തന്നെ അത് കണ്ടുപിടിച്ചത് പെട്ടെന്ന് ശരിയായി കൊടുക്കും. ഇനി എന്തെങ്കിലും പുതിയതായിട്ട് കണ്ടുപിടിക്കാനുണ്ടോ? എന്തെങ്കിലും ഗവേഷണത്തിലാണോ? ഞാൻ ചെയ്തോണ്ടിരിക്കുക ഓരോന്ന്. ഇനി എനിക്ക് പിന്നെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ഒരേ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ കണ്ട് ചെയ്തോണ്ടിരിക്കുക. ഈ അടുത്ത സമയത്ത് ചെല്ലി, സാധാരണ നമ്മള് മീനല്ലേ ഈ വല വീശി പിടിക്കുന്നത്. കറുത്ത ചെല്ലി ഞാൻ വല കൊണ്ടുവന്ന് തെങ്ങ വെച്ചപ്പോ ഇതെല്ലാം കയറിയതെല്ലാം കുരുങ്ങി അവിടെ ഇരുന്നു. അങ്ങനെ കുരുക്കുവലക്കകത്ത് ചെല്ലിയെ പിടിക്കാം. ചെല്ലിയെ അത് ഞാൻ കണ്ടുപിടിച്ചതാ. ചെല്ലി വല കൊണ്ടുവെക്കും തെങ്ങിന്റെ മണ്ടേ, കൊച്ചിയെങ്ങിന്റെ. പിന്നെ ചെല്ലി വരുമ്പോ ഇതിനകത്ത് കയറി അങ്ങ് കുരുക്കും, മീൻ കുരുക്കുന്നതിന്റെ കൂട്ട്. 2 ദിവസത്തിന് മുമ്പ് ഞാൻ കണ്ടർണങ്കാവില് അവിടെ പിന്നെ ശാസ്ത്രം കുട്ടനെ കണ്ടു. അവിടെ എന്തായിരുന്നു പരിപാടി? അവിടെ ഒരു മയിലും ഒരു തെയ്യവും. ഒരു തെയ്യവും ശാസ്ത്രം കുട്ടൻ ചെയ്തതാണ്. ഈ വൃശ്ചികമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട്. ഓച്ചറ 28ാം ഓണത്തിന് ആ ഫ്രണ്ടിൽ 4 കൊല്ലം കൊണ്ട് ഞാൻ ഒരുക്കുന്ന അമ്പലം, ഗണപതി അമ്പലം ഓച്ചറയിലെ. അവിടെ എന്റെ അഡ്രസ്സും കിടപ്പുണ്ട്, ശാസ്ത്രം കൂട്ടൻ എന്നുള്ള.
അപ്പൊ നിലവില് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനിയും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വീട്ടിൽ ഇരുന്നോണ്ട് നോക്കുവാണ്. അങ്ങനെ വിജയിക്കുന്നുണ്ട്. ഇനിയും മേളോട്ട് ഓരോന്ന് ചെയ്യുക. പിന്നെ ആർച്ച്, കുരുത്തോലയുടെ ആർച്ചുണ്ട്. കുരുത്തോലയുടെ മണ്ഡപം 2-3 ചെയ്തു കൊടുത്ത് കല്യാണ മണ്ഡപം. എന്തായാലും ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ഇനിയും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലൊക്കെ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.